ഞാൻ എക്സാമിന് മുന്നേ 7 പ്രാവശ്യം പ്രതീക്ഷണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും. പത്രമൊക്കെ കൊണ്ട് കോളേജിൽ പിള്ളേർക്കൊക്കെ കൊടുക്കും. അങ്ങനെ ഞാൻ 4th ഇയറിൽ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ചെയ്തു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കും അവക്കും കൂടെ നല്ല മാർക്ക് കിട്ടി, ഞങ്ങൾക്ക് 2 പേർക്കും ഡിസ്റ്റിങ്ഷൻ കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 4th ഇയറിന്റെ റിസൾട്ട് വന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഡിസ്റ്റിങ്ഷനും കിട്ടി. കോളേജ് ഓവറോൾ ഞങ്ങൾക്ക് 2nd കിട്ടി. പിന്നെ നഴ്സിംഗ് പഠനം കഴിഞ്ഞു. ആ സമയത്ത് ഇനി എന്തിനു പോകും, ജോലി എടുത്താലും ഇപ്പം നഴ്സിംഗ് കടം എടുത്ത് പഠിച്ചു. പുറകെ അനിയത്തിയും നഴ്സിംഗ് പഠിക്കുന്നു. ഇനിയിപ്പോൾ അനിയൻ +2 കഴിഞ്ഞ് അവനും നഴ്സിംഗ് എടുത്തു. അപ്പൊ 3 പേരുടെ പഠനവും കടങ്ങളും ഒന്നും നമുക്ക് ചിലപ്പം താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല. 10,000 രൂപ കിട്ടുമായിരിക്കും ഇവിടെ എവിടെയെങ്കിലും ജോലി ചെയ്താൽ. അപ്പൊ ഞാൻ എന്നാൽ ജർമ്മൻ പഠിക്കാൻ പോകാന്നുള്ള രീതിയിൽ അതും കടം വാങ്ങി തന്നെ ആ സമയത്തൊക്കെ ദൈവം നമുക്ക് ഓരോരുത്തരിലൂടെ എല്ലാം ചെയ്തു തന്നു. പൈസയായാലും കാര്യങ്ങളെല്ലാം എല്ലാം മാതാവ് ഞങ്ങൾക്ക് സെറ്റാക്കി തന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിച്ചു. 6ാമത്തെ അറ്റംപ്റ്റ് ആണ് ശരിക്കും ഞാൻ ചെയ്തത്. എല്ലാം കറക്റ്റായി ചെയ്തു. ഉടമ്പടി എല്ലാം കറക്റ്റായി നോക്കി. ഞാൻ പത്രമൊക്കെ കറക്റ്റായി എല്ലാം കറക്റ്റായി ഞാൻ ചെയ്തു. കുമ്പസാരിച്ചു എല്ലാം ചെയ്തു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, രോഗി സന്ദർശനം എല്ലാം ചെയ്ത് കറക്റ്റ് എനിക്കൊരു മൈനസ് വരാത്ത വിധം ഞാൻ എല്ലാം നന്നായി നോക്കി തന്നെ ചെയ്തു. അപ്പൊ എനിക്കൊരു ബൈബിൾ വാക്യം കിട്ടി. 6 കഷ്ടതകൾ നിനക്ക് ഞാൻ തന്നു, 7ാമതൊന്നും എന്നെ തൊടുകയില്ലെന്ന്. അപ്പൊ തന്നെ എനിക്കൊരു ഉറപ്പായി ഇനിയിപ്പോ ഞാൻ ജയിക്കുമായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ കൃപാസന ഉപ്പൊക്കെ ആ സെന്ററിൽ എക്സാം സെന്ററിൽ ഇട്ട് പ്രാർത്ഥിച്ചു. ഇനി ഒരിക്കലും എക്സാം എഴുതാനായിട്ട് ഒരു സെന്ററിലും വരരുതെന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ അതിന്റെ റിസൾട്ട് വന്നു. എനിക്ക് ഫുൾ മൊഡ്യൂൾ കിട്ടി. റിജക്റ്റ് ഒന്നും അല്ലായിരുന്നു. വിസ വന്നു. ആ സമയമായപ്പോഴത്തേനും വിസ ലേറ്റ് ആയപ്പോഴത്തേനും എന്റെ ബാച്ചിൽ പോകേണ്ട പിള്ളേരെല്ലാം ജർമ്മനിയിൽ എത്തി. അവർ ക്ലാസ് തുടങ്ങി. അപ്പോഴും എനിക്കൊരു വിഷമം. ഇനിയിപ്പം 3 മാസം കഴിഞ്ഞേ പോക്ക് നടക്കുള്ളൂ. കടങ്ങൾ പെരുകി. എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നി. ഞാനും കൂടുതൽ കാര്യങ്ങൾ തന്നെ ഓരോരുത്തരെ സഹായിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പം മമ്മിയും പപ്പയൊക്കെ ഇങ്ങനെ ഓൾഡ് ഏജ് ഹോമിൽ പോയി ഫുഡ് കൊടുക്കുന്നു. കിടപ്പ് രോഗികൾക്കൊക്കെ പോയിട്ട് അരി സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നു. അപ്പൊ എന്റെ കയ്യിൽ എനിക്ക് അന്ന് ജോലിയില്ല, പൈസയൊന്നുമില്ല, ഒന്നും എന്റെ കയ്യിൽ എടുക്കാനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കയ്യിലുള്ളത് ആകെ കുറച്ച് സമയമുണ്ട്, പിന്നെ അധ്വാനം ഇല്ലെങ്കിൽ ആരോഗ്യ എനർജി അതൊക്കെ എന്റെ കയ്യിലുള്ളൂ. അങ്ങനെ വിചാരിച്ച് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഒരു സംഘടന ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് അവിടെ വരുന്ന രോഗികൾക്കും ബന്ധുക്കൾക്കൊക്കെ. അപ്പൊ ഞാനും അതിൽ പോയി ചേർന്നു. ജസ്റ്റ് പച്ചക്കറി അരിഞ്ഞു കൊടുക്കുക, പാത്രം കഴുകി കൊടുക്കുക, ഫുഡ് വിളമ്പി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം രാവിലെ പോയാൽ ഉച്ച വരെ. അങ്ങനെ ഞാൻ എല്ലാ ശനിയാഴ്ചയും പോയി അതൊക്കെ നന്നായി ചെയ്തു. അങ്ങനെ അപ്പൊ എന്നെ കൊണ്ടുവന്ന ജർമ്മനിക്ക് കൊണ്ടുവന്ന അവർ പറഞ്ഞു, എന്നാ നീ ഇപ്പൊ തന്നെ കയറി പോരെ, 4 ദിവസമേ ഉള്ളൂ, 4 ദിവസം കൊണ്ട് കയറി പോരെന്ന് പറഞ്ഞു. ഞാനും എന്റെ സെയിം ആ ബാച്ചുകാരുടെ ഒപ്പം എനിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. എല്ലാം നന്നായി തന്നെ നടന്നു. അവിടെ ചെന്ന് കഴിഞ്ഞു എനിക്ക് ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു. അപ്പൊ അതുവരെ ഞാനിങ്ങനെ കാശ് രൂപമൊന്നും കൈ പിടിക്കൊന്നുമില്ല. ഞാനൊരു ബോക്സിനകത്തിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുമായിരുന്നു. അപ്പം ഈ ഒറ്റപ്പെടലിന്റെ നടുവിൽ ഞാൻ ഈ കാശ് രൂപം എടുത്തിടാൻ തുടങ്ങി. എന്ത് വന്നാലും ഇങ്ങനെ സംസാരിക്കും, കൂടുതലായിട്ട് ദൈവത്തോട് സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ആ ഒറ്റപ്പെടലിലൊക്കെ ഞാൻ കൂടുതലായിട്ട് ദൈവത്തോട് അടുത്തു, അല്ലെങ്കിൽ മാതാവിനോട് അടുത്തു. കൂടുതൽ ഞാനിങ്ങനെ ഓരോന്ന് സംസാരിക്കും. രാവിലെ മുതലുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് ആരുമില്ല. ആ സമയത്ത് ഞാനിങ്ങനെ ചുമ്മാ സംസാരിക്കും. മാതാവിന്റെ കാശ് രൂപം എടുത്തിട്ട് ചുമ്മാ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന കാര്യങ്ങൾ പറയും, ഇല്ലെങ്കിൽ നാളത്തേക്കുള്ള കാര്യങ്ങൾ പറയും. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ജർമ്മനിൽ പറയാന്ന് വിചാരിച്ചു. ഞാൻ കൂടുതൽ ചുമ്മാ ഇങ്ങനെ ജർമ്മനിലൊക്കെ പറഞ്ഞു നോക്കും. അങ്ങനെയൊക്കെ ഇവിടെ ഞാൻ രജിസ്റ്റേർഡ് നേഴ്സ് ആയി. ഇപ്പൊ ഞാൻ ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് ഈ ജനുവരിയിൽ 2 വർഷമാകും. അങ്ങനെ എന്റെ കുടുംബത്തിലെ കടങ്ങളെല്ലാം ഏകദേശം തീർന്നു.